ഹായ്, ഇന്നൊരു പുഡിംഗ് ആട്ടോ ഉണ്ടാക്കണം. അതിന് ഞാൻ ഒരു വാൽപ്പാത്രത്തിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് 3-4 ടീസ്പൂൺ പഞ്ചസാര കാരമല്ലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊരു നമ്മുടെ ചോറ്റുപാത്രമല്ലേ, വട്ടപ്പാത്രം, അതിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്, സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ ജാറിലേക്ക് ഒരു കോഴിമുട്ട, ഒരു 5-6 പീസ് ബ്രെഡ് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ആവശ്യത്തിന് പാലിട്ട് കൊടുത്ത് ഒരു പൊട്ട് ഞാൻ ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് വെറുതെ ഇട്ട് കൊടുത്തു എന്നേ ഉള്ളൂ. പഞ്ചസാര ഇട്ടിട്ടുണ്ട് കൂടെ തന്നെ, അത് അടിച്ച് വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളിതാ നല്ല ദോശമാവിൻ്റെ പരിവിലാണ് കേട്ടോ ആക്കിയിറക്കുന്നത്. ഇത് നമ്മൾ കാരമല്ലുണ്ടാക്കി വെച്ച പാത്രത്തിലേക്ക് ഒഴിച്ച് സെറ്റാക്കി വെക്കുന്നുണ്ട്. ഇഡ്ഡലി പാത്രത്തിലാക്കിയിട്ടാട്ടോ ഞാൻ വെക്കുന്നത്. മക്കൾ കുറച്ച് ദിവസമായി ഇങ്ങനെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഒന്ന് എന്തായാലും ബ്രെഡ് ഉണ്ടല്ലോ, അപ്പോൾ ഞാൻ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ വിചാരിച്ചു. ഞാൻ ആദ്യമായിട്ടാട്ടോ ഇത് ഉണ്ടാക്കണത്. വെച്ച് നമ്മൾ വെന്ത് വരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം നോക്കിയപ്പോൾ ആയിട്ടപ്പോൾ നോക്കിയപ്പോൾ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. തണുത്ത ശേഷം ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. എല്ലാവരും ഇങ്ങനെയാണോ ഉണ്ടാക്കാറ്? പക്ഷേ ഞങ്ങൾ ഉണ്ടാക്കി നോക്കിയപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാവരും ബ്രെഡും കോഴിമുട്ടയും പാലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഞങ്ങൾക്ക് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായി കേട്ടോ. അടിപൊളി ടേസ്റ്റിയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. നിങ്ങളെങ്ങനെ ഉണ്ടാക്കണമെന്നും കൂടി ഒന്ന് കമൻറ്റ് ഇട്ടു കേട്ടോ. ഇത് ഞങ്ങൾ ഉണ്ടാക്കിയപ്പോൾ സൂപ്പറായിരുന്നു.